ഹായ് ഫ്രണ്ട്സ്, ഗോതമ്പ് മാവ് കൊണ്ട് നമുക്കൊരു പലഹാരം തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു 4 സവാള നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തത്. ഇനി നമുക്കൊരു 2 ചെറിയ പീസ് ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും 2-3 പച്ചമുളകും കൂടെ അതിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ മുട്ട കുക്കറിൽ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. കുക്കറിൽ നമ്മുടെ മുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെക്കാം. ഈ പലഹാരത്തിന് വേണ്ടിയുള്ള മാവാണ് 1.5 ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. പൂരിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് നമ്മൾ ഉരുട്ടി പ്രസ്സിലടിക്കാനാണ്. ആ മാവിലേക്ക് കുറച്ച് എള്ളും ചേർക്കാം. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്തിനാണെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി തക്കാളി ചേർക്കാം. പൂരി പോലെ കട്ടിക്ക് പരത്തിയിട്ട് അതിനകത്ത് വെക്കുന്ന ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടച്ച് ചെറിയ തീയിൽ വെച്ചിരുന്നപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1 സ്പൂണോളം കാശ്മീരി ചില്ലി, 1/2 സ്പൂണോളം മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. മസാല എല്ലാം തക്കാളിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു ഗ്രേവി പരുവമായി. വേണ്ടുന്നവർക്ക് സോസും ചേർക്കാം. നമുക്ക് 1/4 സ്പൂണോളം ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി നമുക്കതിലേക്ക് മല്ലിയില ചേർക്കാം. കറിവേപ്പില വേണ്ടുന്നവർ കറിവേപ്പില ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പരിപാടി കൂടിയുണ്ട്. 4-5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി അതിനകത്തോട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ചെറുതായി കുത്തി മുറിച്ച് അതിലേക്ക് ഇടാം. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. മുട്ട വേണമെന്നുമില്ല. ഇങ്ങനെ വെറുതെ ഉള്ളി ഇതുപോലെ മസാല വഴറ്റി
ടൊമാറ്റോ സോസ് ഒഴിച്ചും ഉണ്ടാക്കിയെടുക്കാം. പൂരി പോലെ പരത്തി നമ്മൾ അതിനകത്ത് ഈ ഫില്ലിങ് വെച്ച് അതിലൊന്ന് ആവിയിൽ പുഴുങ്ങിയിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. ഡയറക്റ്റ് പൊരിച്ചും എടുക്കാം. ഞാനിവിടെ ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് നമ്മളത് പൊരിച്ചെടുത്താൽ വളരെ കുറച്ച് എണ്ണ മതി. എണ്ണയൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കത് പൊരിച്ചെടുക്കാം. ഇഡലിത്തട്ടിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടിയിട്ട് നമുക്കിത് വെക്കാം. അങ്ങനെ പ്രസ്സിൽ വെച്ചൊന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്യണം, നല്ലതുപോലെ പരത്തണ്ട. ഇനി നമുക്ക് ആ ഫില്ലിങ് അതിലേക്ക് തന്നെ കൈകൊണ്ട് തന്നെ പരത്തിയും എടുക്കാം. കട്ടി കുറയണമെങ്കിൽ നമ്മൾ പ്രസ്സിൽ അടിക്കണം. ഇതുപോലെ നമുക്ക് ചുരുട്ടി മടക്കി എടുക്കാം. ആ മസാല പുറത്ത് വരാത്തക്ക രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. കൈയുടെ വെള്ളയിൽ വെച്ചൊന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. നമ്മുടെ മാമോസൊക്കെ റെഡിയാക്കുന്ന രീതിയിലാക്കിയിട്ട് നല്ലവണ്ണം അതൊന്ന് റൗണ്ടാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എണ്ണ പുരട്ടിയതിന് ശേഷം ഓരോന്നായി വെക്കാം. ഇതുപോലെ സൈഡെല്ലാം ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഇത് ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിലൊന്ന് ആക്കിയെടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റോളം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ട് എള്ള് ചേർത്തിരിക്കുന്നത്. എള്ളോ കരിഞ്ജീരകമോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരു 10 മിനിറ്റോളം ആവി കയറട്ടെ. അങ്ങനെ നമ്മുടെ പലഹാരം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ചെണ്ണ മാത്രം ഒഴിക്കാം. നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കുന്ന രീതിയിൽ മതി. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. മുട്ട പപ്സൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ബന്നിൻ്റെ ഷേപ്പിലാണ്. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു ഇഫ്താർ വിഭവമായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.